നമസ്കാരം, അഭിലാഷാണ് ഓറിയൻസിൽ നിന്ന്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കമ്പനി തരുന്ന 7 തരത്തിലുള്ള വരുമാനത്തിൽ 4, 5, 6 തരത്തിലുള്ള വരുമാനങ്ങളെ പറ്റി നമ്മൾ മനസ്സിലാക്കി. ഇനി കമ്പനിയുടെ 7ാമത്തെ വരുമാനം എന്തെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെയ്ക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തികൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ഈ കമ്പനി ഈ തരുന്ന 7ാമത്തെ വരുമാനം എന്തെന്നുള്ളതാണ്. 2 കോടി രൂപ വിലമതിക്കുന്ന റിവാർഡ്സ് രൂപയാണ് കമ്പനി 7ാമത്തെ വരുമാനം നമുക്ക് തരുന്നത്. അപ്പോൾ ഈ 2 കോടി രൂപ വിലമതിക്കുന്ന റിവാർഡ്സുകൾ കമ്പനി തരുന്നത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് തന്നെ പോകാം. അതിൽ ആദ്യത്തേത് ഒരു 4 ഡയമണ്ട് പൊസിഷനിൽ എത്തുമ്പോഴാണ് കമ്പനി റിവാർഡ്സുകൾ കൊടുത്തു തുടങ്ങുന്നത്. അതിൽ 4 ഡയമണ്ട് പൊസിഷൻ എന്താണ്? ഒരു കമ്പനി ഒരാളെ ലീഡറായിട്ട് അംഗീകരിക്കുന്ന പൊസിഷനാണ് ഈ 4 ഡയമണ്ട് എന്ന് പറഞ്ഞ പൊസിഷൻ. ഈ 4 ഡയമണ്ട് എന്ന ഒരു ഡയമണ്ട് പൊസിഷൻ ഞാൻ മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞായിരുന്നു. അപ്പോൾ അതിൽ ഈ 4 ഡയമണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഒരു 50 വ്യക്തികൾ, നമ്മുടെ മിനിമം 50 വ്യക്തികൾ നമ്മുടെ ടീമിൽ ഉണ്ടാവുകയും നമ്മളൊരു അതിന്റെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ 2,25,000 ബിസിനസ് വോളിയം ടോട്ടൽ വരികയും നമ്മുടെ ടീമിൽ 3 ഡയമണ്ട് വരുമ്പോഴാണ് നമ്മൾ 4 ഡയമണ്ട് എന്ന് പറഞ്ഞ പൊസിഷനിൽ എത്തുന്നത്. അപ്പോൾ ഈ ഒരു 4 ഡയമണ്ട് ലെവൽ ആകുമ്പോഴാണ് ഒരാളെ കമ്പനി ലീഡറായിട്ട് അംഗീകരിക്കുകയും ആ ആളിന് കൊടുക്കുന്ന 4 ഡയമണ്ട് പൊസിഷനിൽ കമ്പനി കൊടുക്കുന്ന ആദ്യത്തെ റിവാർഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു എക്സിക്യൂട്ടീവ് ബാഗ് ആണ് കൊടുക്കുന്നത്. എന്തിനാണ് ഈ ബാഗ് കൊടുക്കുന്നത്? ഈ 50ഓളം വ്യക്തികൾ ഞാൻ പറഞ്ഞു ടീമിൽ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരൊക്കെ 1-to-1 പ്രസന്റേഷൻ ചെയ്യുന്നതിനും അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ടൂൾസുകൾ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു റിവാർഡ്സ് എന്നുള്ള രൂപയിൽ ഈ ഒരു ബാഗ്, എക്സിക്യൂട്ടീവ് ബാഗ് കമ്പനി 4 ഡയമണ്ട് പൊസിഷനിൽ കൊടുക്കുന്നത്. നെക്സ്റ്റ് അടുത്ത റാങ്ക് എന്ന് പറഞ്ഞാൽ 5 ഡയമണ്ട് പൊസിഷൻ. ഈ 5 ഡയമണ്ട് പൊസിഷനിൽ എന്താണ്? എന്തായാലും ഒരു 200ഓളം വ്യക്തികൾ മിനിമം ടീമിലുണ്ടായിരിക്കും. ഈ 5 ഡയമണ്ട് പൊസിഷനിൽ കമ്പനി കൊടുക്കുന്ന ഗിഫ്റ്റ് എന്തെന്ന് പറഞ്ഞാൽ ഒരു ആൻഡ്രോയിഡ് മൊബൈൽ ഫോണാണ്. ഇത് കൊടുക്കാനുള്ള കാരണം കമ്പനിക്ക് ഇവിടെ 2 ആപ്ലിക്കേഷൻസ് ഉണ്ട്, മൊബൈൽ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ടീം ഡെവലപ്മെന്റ് വേണ്ടിയിട്ടുള്ള സൈറ്റ് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനും ഉണ്ട്. അതല്ലാതെ ഓൺലൈൻ പർച്ചേസ്, അതായത് ഓൺലൈൻ വഴി നമുക്ക് ഈ ബിസിനസ് എങ്ങനെ പ്രൊമോട്ട് ചെയ്യാന്നുള്ള രീതിയിൽ ആപ്പി ഹോം എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആപ്പി ഹോം എന്നുള്ളത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഈ 2 തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻസ് നമുക്ക് എന്ന് പറഞ്ഞാൽ ഒരു ആൻഡ്രോയിഡ് സെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കടന്നു വരുന്ന വ്യക്തികൾക്കെല്ലാം ആൻഡ്രോയിഡ് മൊബൈൽ സെറ്റ് ഉണ്ടാവണമെന്നില്ല. അപ്പൊ കമ്പനി പറയുന്നത് ഈ ഒരു 5 ഡയമണ്ട് എന്നുള്ള പൊസിഷനിൽ നമ്മൾ എത്തുകയാണെന്നുണ്ടെങ്കിൽ കമ്പനി തികച്ചും അത് ഫ്രീ ആയിട്ട് നമുക്ക് ഈ ഒരു റിവാർഡ്സ് രൂപയാണ് ഈ 5 ഡയമണ്ടിന് ഈ ഒരു ആൻഡ്രോയിഡ് മൊബൈൽ സെറ്റ് കമ്പനി തരുന്നുണ്ട്. നെക്സ്റ്റ് അടുത്ത ലെവൽ എന്ന് പറഞ്ഞാൽ 5 ഡയമണ്ട് കഴിഞ്ഞാൽ അടുത്ത ലെവൽ എന്ന് പറഞ്ഞാൽ 6 ഡയമണ്ട് പൊസിഷനാണ്. ഈ 6 ഡയമണ്ട് പൊസിഷനിൽ ഏകദേശം ഒരു 800ഓളം വ്യക്തികൾ നമ്മുടെ ടീമിലുണ്ടായിരിക്കും. അപ്പൊ ഈ വ്യക്തികളെയൊക്കെ, അതായത് അവരെ ഹോം മീറ്റിങ്ങുകളും സെമിനാറൊക്കെ കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ബ്രാൻഡഡ് ലാപ്ടോപ്പ് ആണ് കമ്പനി ഈ 6 ഡയമണ്ട് പൊസിഷനിൽ കമ്പനി റിവാർഡ്സ് രൂപയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ 6 ഡയമണ്ട് പൊസിഷനിൽ എത്തുമ്പോൾ കമ്പനി ഈ ബ്രാൻഡഡ് ലാപ്ടോപ്പ് കൊടുക്കുകയും അത് വെച്ചുകൊണ്ട് നമുക്ക് സെമിനാറും ഒക്കെ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂൾസ് ആയി നമുക്ക് ആ ലാപ്ടോപ്പ് ഉപയോഗിക്കാവുന്നതാണ്. നെക്സ്റ്റ് കമ്പനി കൊടുക്കുന്ന റിവാർഡ്സ് എന്ന് പറഞ്ഞാൽ 7 ഡയമണ്ട് പൊസിഷനിലാണ്. ഈ 7 ഡയമണ്ട് പൊസിഷനിൽ കമ്പനി എന്താണ് കൊടുക്കുന്നത്? ഒരു 3.5 ലക്ഷം രൂപ വരെ മിഡ് സെഗ്മെന്റ് കാർ വാങ്ങാനുള്ള ഫണ്ടാണ്. കാരണം ഈ 7 ഡയമണ്ട് പൊസിഷനിലാവുമ്പോൾ എങ്ങനെയായാലും നമ്മളൊരു ട്രെയിനർ എന്നുള്ള രീതിയിലൊക്കെ മാറിയിരിക്കും. അപ്പൊ നമ്മുടെ ടീമിനെ ട്രെയിൻ ചെയ്യുന്നതിന് വേണ്ടി ദൂരോട്ട സ്ഥലങ്ങളിലൊക്കെ പോകേണ്ടി വരും. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടാണ് കമ്പനി ഒരു മിഡ് സെഗ്മെന്റ് കാർ എന്നുള്ള രീതി 3.5 ലക്ഷം രൂപ കാർ ഫണ്ട് കൊടുക്കും. പിന്നെ ഈ കാർ ഫണ്ട് 6 ഡയമണ്ട് പൊസിഷനിൽ കമ്പനി കൊടുക്കുന്നത്, അത് അഡ്വാൻസ്ഡ് കാർ ഫണ്ട് ആയിട്ട് ഒരു 1.5 ലക്ഷം രൂപ 6 ഡയമണ്ട് പൊസിഷൻ, അതായത് ഒരു പീരീഡ് ടൈം തരും. ആ പീരീഡിൽ നമ്മൾ ഒരു നിശ്ചിത ബിസിനസ് വോളിയം ചെയ്ത് കൊടുത്ത് അത് ആ ബിസിനസ് വോളിയത്തിന്റെ കൂടെ നമ്മൾ 6 ഡയമണ്ട് എന്ന പൊസിഷൻ അച്ചീവ് ചെയ്യുകയാണെങ്കിൽ ചെയ്താൽ അഡ്വാൻസ്ഡ് കാർ ഫണ്ട് ആയിട്ട് ഈ 3.5 ലക്ഷം രൂപയെന്ന് 1.5 ലക്ഷം രൂപ നമുക്ക് ആ 6 ഡയമണ്ട് പൊസിഷനിൽ കമ്പനി തരുന്നു. അങ്ങനെ ഒട്ടനവധി വ്യക്തികൾ കാർ ഫണ്ട് വിൻ ചെയ്ത വ്യക്തികളും ഇവിടെയുണ്ട്. അപ്പൊ 7 ഡയമണ്ട് പൊസിഷനിൽ കമ്പനി തരുന്ന റിവാർഡ്സ് എന്ന് പറഞ്ഞാൽ 3.5 ലക്ഷം രൂപ വരെ മിഡ് സെഗ്മെന്റ് കാർ വാങ്ങാനുള്ള ഫണ്ടാണ് കമ്പനി തരുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഗോൾഡ് ഡയറക്ടർ എന്ന് പറഞ്ഞ റാങ്കാണ്. ഈ ഗോൾഡ് ഡയറക്ടർ റാങ്കിൽ എത്തുമ്പോഴെങ്ങനെയാണ്, എന്തായാലും നമ്മുടെ ടീമിൽ നല്ലൊരു വ്യക്തികൾ, ഒരുപാട് വ്യക്തികൾ, നമ്മുടെ ഒരു 5000-ന് മേളിലുള്ള വ്യക്തികൾ നമ്മുടെ ടീമിലുണ്ടായിരിക്കും. അപ്പൊ ഇവർക്ക് നമുക്ക് കേരളത്തിൽ മാത്രമല്ല പുറത്തോട്ടൊക്കെ നമുക്ക് ടീം ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ വരെ ഈ ഗോൾഡ് ഡയറക്ടർ റാങ്കിൽ നമുക്ക് ഉണ്ടായിരിക്കും. അപ്പം പൂർണ്ണമായിട്ടും ഈ ഒരു ഗോൾഡ് ഡയറക്ടർ റാങ്കിൽ കമ്പനി കൊടുക്കുന്ന പറഞ്ഞാൽ 6 ലക്ഷം രൂപ വരെ ഗോൾഡാണ്. അപ്പൊ ഈ 6 ലക്ഷം രൂപ വരെ ഗോൾഡ് കൊടുക്കുന്നത് ഇവിടെ തൊട്ട് നമുക്ക് കമ്പനി അസറ്റ് തരികയാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അസറ്റുകൾ നമുക്ക് കമ്പനി ഇവിടെ തരികയാണ്. ഈ 6 ലക്ഷം രൂപയുടെ ഗോൾഡ് ആണ് ഈ ഗോൾഡ് ഡയറക്ടർ എന്ന് പറഞ്ഞ റാങ്കിൽ കമ്പനി കൊടുക്കുന്നത്. നെക്സ്റ്റ് ഗോൾഡ് ഡയറക്ടർ കഴിഞ്ഞാൽ അടുത്ത എന്താണ്? ഡയമണ്ട് ഡയറക്ടർ എന്ന് പറഞ്ഞ പൊസിഷൻ. ഈ ഡയമണ്ട് ഡയറക്ടർ ലെവലിൽ കമ്പനി കൊടുക്കുന്ന റിവാർഡ്സ് എന്ന് പറഞ്ഞാൽ 14 ലക്ഷം രൂപ വരെ ലക്ഷറി കാർ വാങ്ങാനുള്ള ഫണ്ടാണ്.
ഒട്ടനവധി വ്യക്തികൾ, ഈ എല്ലാ റാങ്കിലും ഒട്ടനവധി വ്യക്തികൾ കമ്പനിയിലുണ്ട്. അവരെയൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ പരിചയപ്പെടാം. അപ്പൊ ഈ 14 ലക്ഷം രൂപയുടെ കാർ ഫണ്ടാണ്, ലക്ഷറി കാർ വാങ്ങാനുള്ള ഫണ്ടാണ് ഡയമണ്ട് ഡയറക്ടർ എന്ന് പറയുന്ന റാങ്കിൽ കമ്പനി നമുക്ക് തരുന്നത്. നെക്സ്റ്റ് അടുത്തെന്ന് പറഞ്ഞാൽ അംബാസഡർ റാങ്കാണ്. ഈ അംബാസഡർ റാങ്കിൽ കമ്പനി കൊടുക്കുന്ന ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ, അതായത് റിവാർഡ്സ് എന്ന് പറഞ്ഞാൽ 25 ലക്ഷം രൂപ ക്യാഷ് ആണ് കൊടുക്കുന്നത്. അതായത് ഈ 2 ഡയമണ്ട് ഡയറക്ടറും നമുക്ക് ടീം 2 ഡയമണ്ട് ഡയറക്ടർ എപ്പോഴും ഉണ്ടായിരിക്കും. അത് മാത്രമല്ല 14,000 ബിസിനസ് വോളിയത്തിന്റെ സെയിൽ നമ്മുടെ ടീമിൽ 14,000 ഗ്രൂപ്പിന്റെ ബിസിനസ് വോളിയം വരുമ്പോഴാണ് നമ്മൾ ഈ അംബാസഡർ ആവുന്ന റാങ്കിൽ എത്തുന്നത്. ആ റാങ്കിലാണ് കമ്പനി കൊടുക്കുന്നത് പറഞ്ഞാൽ 25 ലക്ഷം രൂപയുടെ ക്യാഷ് ആണ് കമ്പനി നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് തരുന്നത്, അതായത് റിവാർഡ്സ് ആയിട്ട് നമുക്ക് കമ്പനി തരുന്നത്. നെക്സ്റ്റ് അംബാസഡർ കഴിഞ്ഞ അടുത്ത പൊസിഷൻ ഏതാണ്? ക്രൗൺ അംബാസഡർ എന്ന് പറഞ്ഞ പൊസിഷൻ. ഈ ക്രൗൺ അംബാസഡർ പൊസിഷനിൽ കമ്പനി നമുക്ക് തരുന്ന ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ 40 ലക്ഷം രൂപയുടെ വില്ല വാങ്ങാനുള്ള ഫണ്ടാണ്. ഓൾറെഡി 4 വ്യക്തികൾ ഇന്ന് ഈ ക്രൗൺ അംബാസഡർ പൊസിഷനിൽ പോലും നമ്മുടെ കമ്പനിയിലുണ്ട്. അവരെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ പരിചയപ്പെടാം. അപ്പോൾ നമ്മുടെ ടീമിന്റെ, അതായത് നമ്മുടെ കേരള ടീമിന്റെ ലീഡറായിട്ട് നിൽക്കുന്ന മിസ്റ്റർ പാലക്കാട് സ്വദേശിയായിട്ടുള്ള ഗോകുൽ ദാസ് എന്ന് പറഞ്ഞ സാർ ഇന്ന് കമ്പനിയുടെ ക്രൗൺ അംബാസഡർ പൊസിഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ ക്രൗൺ അംബാസഡർ കഴിഞ്ഞാൽ അടുത്ത പൊസിഷൻ എന്ന് പറഞ്ഞാൽ കമ്പനി ഈ ഒരു ക്രൗൺ അംബാസഡർ ലെവലിൽ ഇപ്പോൾ ഓൾറെഡി വിൻ ചെയ്ത 4 വ്യക്തികൾ പോലും ഇന്ന് കമ്പനിയിലുണ്ട്. അപ്പൊ ഈ ഒരു റാങ്കും വിൻ ചെയ്തപ്പോഴാണ് കമ്പനി പുതിയ 12ാമത് ലെവലായിട്ട് കമ്പനി പുതിയൊരു റാങ്ക് അനൗൺസ് ചെയ്തത്, അതായത് 1 ഡയമണ്ട് ക്രൗൺ അംബാസഡർ എന്ന് പറഞ്ഞ റാങ്ക്. ഈ റാങ്കിൽ കമ്പനി കൊടുക്കുന്നത് പറഞ്ഞാൽ 777 എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് 77 ലക്ഷം രൂപ ക്യാഷും 7 ലോക അത്ഭുതങ്ങൾ കണ്ടുവരാനുള്ള ഫാമിലി വേൾഡ് ടൂറും. അത് മാത്രം ഈ 1 ഡയമണ്ട് ക്രൗൺ അംബാസഡറിലെ റിവാർഡ്സ് മാത്രം നമ്മൾ എടുത്ത് കൂട്ടി നോക്കിയാൽ 1 കോടി രൂപയുടെ ഗിഫ്റ്റ് വരും. അപ്പൊ ടോട്ടൽ റിവാർഡ്സുകൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 കോടി രൂപയുടെ റിവാർഡ്സ് മാത്രം കൊടുക്കുന്ന ഒരു കമ്പനിയാണ് ഓറിയൻസ്. അതിൽ 1 കോടി രൂപയുടെ റിവാർഡ്സ് ഓൾറെഡി അച്ചീവ് ചെയ്ത ലീഡേഴ്സ് ഉണ്ട്. ലാസ്റ്റ് പൊസിഷനിൽ കൊടുക്കുന്ന റിവാർഡ്സ് മാത്രം 1 കോടി രൂപയുണ്ട്. അപ്പൊ അതാണ് നിലവിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതായത് അച്ചീവ് ചെയ്യാൻ ആൾക്കാരുള്ള ലെവൽ എന്ന് പറയുന്നത് 1 ഡയമണ്ട് ക്രൗൺ അംബാസഡർ എന്ന് പറഞ്ഞ പൊസിഷൻ. അപ്പൊ ഞാൻ ഇവിടെ പറയുകയുണ്ടായി, ഈ ടോട്ടൽ റിവാർഡ്സ് നമ്മൾ കൂട്ടി നോക്കിയാൽ പോലും 2 കോടി രൂപയുടെ റിവാർഡ്സ് കൊടുക്കുന്ന ഒരു കമ്പനിയാണ് ഓറിയൻസ് ഗ്ലോബൽ മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ നമ്മുടെ ഈ കമ്പനി. അപ്പൊ നമ്മൾ ജീവിതത്തിൽ കഷ്ടപ്പെടുന്ന എന്തിനാണ്? ഞാൻ ഈ പറഞ്ഞ റിവാർഡ്സ് രൂപേണയുള്ള കാര്യങ്ങളെല്ലാം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു വീടായാലും ബാങ്ക് ബാലൻസ് ആയാലും സ്വർണ്ണമായാലും ഒരു വാഹനമായാലും ഇതെല്ലാം നമ്മൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ കഷ്ടപ്പെടുന്നതെല്ലാം. അപ്പൊ ഇതെല്ലാം തന്നെ ഓരോരോ പൊസിഷനിൽ നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് തരുന്ന ഒരു കമ്പനിയാണ്. ഞാൻ പറഞ്ഞ ടോട്ടൽ ഗിഫ്റ്റ് നമ്മൾ കൂട്ടി നോക്കിയാൽ പോലും 2 കോടി രൂപയുടെ ഗിഫ്റ്റ് മാത്രം തരുന്ന ഒരു കമ്പനി, അതായത് റിവാർഡ്സ് മാത്രം തരുന്ന ഒരു കമ്പനിയാണ് ഓറിയൻസ് എന്ന് പറയുന്ന ഈ ഒരു പ്രസ്ഥാനം. അപ്പോൾ ഓരോരോ കാലഘട്ടത്തിൽ, അതായത് ഓരോരോ ജീവിതത്തിന്റെ ഓരോരോ ഘട്ടങ്ങളിൽ എന്താണോ നമുക്ക് വേണ്ടിയിട്ടുള്ള ആ രീതിയിൽ റിവാർഡ്സ് രൂപേണ തരുന്ന ഒരു കമ്പനി കൂടിയാണ് ഓറിയൻസ്. അപ്പോൾ നമുക്ക് ഈ ഓറിയൻസിൽ നിന്ന് കിട്ടുന്ന വരുമാനം എല്ലാം നമ്മൾ തീർത്താൽ പോലും ജീവിതത്തിൽ അവസാനം 2 കോടി രൂപയുടെ അസറ്റ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. അപ്പൊ നമുക്കറിയാം, ഇന്ന് ക്രൗൺ അംബാസഡർ ലെവലിൽ നിൽക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കെല്ലാം ഈ ജീവിതത്തിൽ ഈ ഒരു അച്ചീവ്മെന്റ് ഉണ്ടാക്കിയത് ഒരു 4 അല്ലെന്നുണ്ടെങ്കിൽ 5 വർഷം കാലയളവിനിടയിലാണ്. അപ്പോൾ ഗവൺമെന്റ് പൂർണ്ണമായിട്ടും അംഗീകരിച്ച ഒരു മേഖല എന്നുള്ള നിലയിൽ MLM കമ്പനികളെ ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നമ്മുടെ മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റു ഒരു മേഖലയിൽ നിന്ന് ലഭിക്കാത്ത വരുമാനം നമുക്ക് ഓറിയൻസിലൂടെ ഇവിടെ നേടിയെടുക്കാൻ പറ്റും. അപ്പൊ തീർച്ചയായും ഓറിയൻസിനെ സീരിയസ് ആയിട്ട് ഏറ്റെടുക്കുന്ന ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ നമുക്ക് ഓറിയൻസിലൂടെ നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. കമ്പനി തരുന്ന 2 കോടി രൂപയുടെ റിവാർഡ്സ് എന്നുള്ളത് പൂർണ്ണമായും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അടുത്ത പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം. ജയ് ഓറിയൻസ്.